ഓ അത് ശരി. പക്ഷെ അന്ന് ആശാൻ ഇത്ര വണ്ണമില്ലായിരുന്നു കേട്ടോ, നല്ല തടി. ഇപ്പം എങ്ങനെ വെച്ച് നല്ല തടി? അത് പിന്നെ ഡെയിലി അടി കിട്ടിയാ നീര് വെക്കത്തില്ലേ? അപ്പൊ ആശാനെ പറയട്ടെ, ആശാന് മീനെന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ നല്ല അടിപൊളി ചെറുപ്പക്കാരുള്ള പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഒരു അടിപൊളി ഒരു പാട്ട് വേണം. പാടുമല്ലോ? ഈ ഇടയ്ക്കൊരു ലേറ്റസ്റ്റ് പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏതാണ്? ലജ്ജാവതിയെ നിന്നെ കള്ളക്കടക്കുണ്ട് ലജ്ജാവതി. എന്തിനു കൊള്ളാം എടാ, ഇങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്. എടാ നിനക്ക് അതിന്റെ ഈണം അറിയില്ല, നീ എല്ലാ ഈണം എല്ലാം തെറ്റിച്ചു. ഇങ്ങനല്ല പാടുന്നത്. എടാ ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാടുമ്പോ ജനം തുള്ളണം, ആ ഈണത്തിൽ പാടണം. അത് നീ ഞങ്ങളുടെ ഗാനമേള ഇതിന് കേട്ടില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം മക്കളെ. ശരിയല്ലോ. വചാന വചാന മേരെ ഡബ് ഡബ് മേരെ ഡിബ് ഡിബ് മേരെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താളം പൂവോ താമരക്കാരോ സാധേ ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഇതാണ് ഗാനമേള. ഇത് ഗാനമേള. സംഗീതം എന്താണെന്നറിയാം? ഞങ്ങൾ എത്ര ഗാനമേള നടത്തിക്കണമെന്നറിയാം, കുളം എത്ര കണ്ടിട്ടുണ്ടെന്നറിയാം. സംഗീതം അറിയാവുന്നു. നീ എന്റെ അടുത്താണ് ചോദിക്കണേ. സംഗീതം അറിയാണോ? നമ്മുടെ വേണുവിന്റെ സിസ്റ്ററാണ്. ശരിയല്ല. അറിയാമോ സംഗീതം എന്താന്ന്? അതായത് ഈ സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. ഈ സംഗീതമാകുന്ന തെങ്ങൽ രാഗമാകുന്ന തളപ്പെട്ട് നമ്മൾ ഇങ്ങനെ കയറി പോകും. കയറി മോളിൽ ചെന്നിട്ട് താളമാകുന്ന തേങ്ങയും ഈണമാകുന്ന കുടുംബച്ചാട്ടം എല്ലാം കൂടെ കുറച്ച് താഴെ ഇട്ടിട്ട് അതിൽ നിന്ന് 2 തേങ്ങ എടുത്തുകൊണ്ട് കിട്ടി. അതാണ് സംഗീതം. അപ്പൊ ആശാന്റെയും ശിഷ്യന്മാരുടെയും ജോലി തെങ്ങേറ്റമാണ്. ജോലിയും മനസ്സിലായ തെങ്ങ കയറാൻ വലിയ പാടാണ്. തെങ്ങ കയറാനൊക്കെ വളരെ എളുപ്പമാണെന്ന് വെച്ചാൽ നേരെ മോളിൽ കയറിയിട്ട് പിടിയും വിട്ട് മൂക്കും കുത്തി താഴെ വീഴുമ്പോ അവിടെ നിന്ന് എണീറ്റ് പോകാൻ വിഷമം. ആശാൻ ശിഷ്യന്മാരെ തെങ്ങിന്റെ പരിപാടി നിർത്തിക്ക് നമുക്ക് ഗാനമേള പറ്റി സംസാരിക്കാം. അപ്പൊ ആശാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരുന്നത് ഈ മീന ഓർഗനൈസേഷൻ ഇതാണ്. അപ്പം ആശാന് ഞാൻ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ആശാന് എല്ലാ ദിവസവും പരിപാടിയാണ്? എല്ലാ ദിവസം പരിപാടി ഉണ്ടാവുന്നത്. എടാ നീ എന്താ വിചാരിച്ച ഞങ്ങളെ പറ്റി? എടാ ഞങ്ങളിപ്പോ ഈ ആഴ്ചയിൽ ഇന്ന് പ്രോഗ്രാം എടുത്താ പിന്നെ ഈ ആഴ്ചയിൽ 6 ദിവസത്തേക്ക് ഞങ്ങൾ പ്രോഗ്രാം എടുക്കില്ല. അറിയാം? അത് 5 ദിവസം ആശുപത്രിയിലായിരിക്കും. നിന്നെ ആശുപത്രി പോലും ഞാൻ കേട്ടൂല. ആശാനെ വിട് ആശാനെ ചോദിക്കട്ടെ. അപ്പൊ ആശാനെ ഈ മീന ഓർഗനൈസേഷൻ ഗ്രൂപ്പിലേക്കുള്ള വഴി അറിയാമല്ലോ ആശാൻ. അപ്പം ആശാന്റെ പരിപാടി ഞാൻ ബുക്ക് ചെയ്യാൻ പോവാം വേണ്ടി. നല്ല പരിപാടിയാണ് എന്തായാലും. അപ്പൊ ആശാനും ശിഷ്യന്മാരും ഈ ട്രൂപ്പ് എല്ലാവരും കൂടെ എങ്ങനെ അങ്ങോട്ട് വരും? അത് ഞങ്ങൾ നല്ല ഓട്ടോ കാറെല്ലാം പിടിച്ചങ്ങ് വന്നോളാം. അപ്പൊ തിരിച്ചോ? അത് തിരിച്ചൊരു ആംബുലൻസ് ബുക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു പതിവ്. പിന്നെ ആശാനെ ചോദിക്കാം. ആശാനെ അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ആശാൻ ഈ മീന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചെറുപ്പക്കാരുടെ സാധനം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ പ്രായമായ സീനിയർ സിറ്റിസൺസും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി കുറെ സെമി ക്ലാസിക്കൽ മെലഡി ആയിട്ടുള്ള പാട്ടും വേണം. മെലഡി ആയിട്ട് നമുക്ക് യേശുദാസിന്റെ കായാമ്പൂ ആയാലോ? യേശുദാസ് റിട്ടയർ ചെയ്തു. ഞാൻ ജനിക്കുമ്പോൾ റിട്ടയർ ചെയ്തു. യേശുദാസ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഇതൊരു ജനിച്ചിരിക്കും. നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ലേ. ജനിക്കുന്നതല്ലേ? നീ ജനിക്കേണ്ടവനേ അല്ല. അപ്പൊ ആശാനെ എന്നാ പിന്നെ ആ പാട്ടൊന്ന് കേൾക്കായിരുന്നു. നമുക്ക് ശരിയായില്ല.
അപ്പൊ അതായത് ഞാൻ പറഞ്ഞില്ല, അതായത് ഗാനമേളയുടെ നമ്മൾ ഈണത്തിൽ പാടും, നമ്മൾ പാടുമ്പോ ജനം തുള്ളണം. കായാമ്പൂ മെലഡി. കായാമ്പൂ കണ്ണിൽ വിടരോ കമലദേവോ ചുണ്ടിൽ വിടരോ സ്വാമി. കായാമ്പൂ കണ്ണിൽ വിടരോ കമല. എന്താ ഇത്? ഗാനമേള ഇത് നല്ലൊരു ഓർഗനൈസേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ എത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഒന്നും പറ്റില്ല. ഇത് ഗാനമേള എന്നാ ശരി. ആശാനെ ഞാൻ ചോദിക്കട്ടെ, ആശാനെ ഇപ്പൊ ഈ ആശാന്റെ ഈ സംഗീത ജീവിതത്തിൽ ഈ ഓരോ പരിപാടികൾ നടത്തുമ്പോഴേ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് പിന്നെയും പിന്നെയും പാടണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു? പിന്നെയും പാടണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ടോന്ന്? എടാ, കണ്ണൂര് ഒരു ക്ഷേത്രത്തിൽ ഞാനിങ്ങനെ ഒരു ഗാനമേള നടത്തുകയാണ്. അപ്പൊ ഞാൻ ഹരിമുരളീരവം പാടുകയാണ്. ഏതാ ഒരു ഹരി നല്ലൊരു പാട്ടുണ്ടല്ലോ, ഹരിമുരളീപുരം. ഞാനങ്ങ് പാടി തീർന്ന ഉടനെ ജനമൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് അവരെല്ലാം കൂടെ ഒരു സ്വരത്തിൽ പറയാ, ഒരു പെക്ക് കൂടെ പോരട്ടെ. അല്ല, അപ്പൊ ഒരു 10 പ്രാവശ്യം കൂടെ ഇത് പാട്ട് പാടണം. 10 പ്രാവശ്യം? ആ, അന്നത്തെ ദിവസം ആ സ്റ്റേജിൽ ഞാൻ ഈ ഹരിമുരളീരവം 10 തവണയാ പാടിയത്. അറിയോ? അയാള് പറയാൻ നീ പാടി ശരിയാക്കിട്ട് പോയാ മതി. ആശാനെ എന്നാ പിന്നെ ചോദിക്കട്ടെ, ആശാനെ ആശാന്റെ ഈ സംഗീത ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, തിരുവല്ലയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ഞങ്ങളൊരു ഗാനമേള അവതരിപ്പിച്ചു. അവിടെ ഇങ്ങനെ ഗാനമേള അവതരിപ്പിച്ചപ്പോൾ, ദേവീക്ഷേത്രമല്ലേ, അത് തുടക്കത്തിൽ തന്നെ ഞങ്ങളൊരു ഭക്തിഗാനമാണ് പാടിയത്. ഭക്തിഗാനം പാടി കഴിഞ്ഞ ഉടനെ കമ്മിറ്റിയിലെ 10-25 പേരിങ്ങനെ ഓടി സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നെ എടുത്തങ്ങോട്ട് പോയി. ആശാനോടുള്ള ആരാധന മൂത്തിട്ടായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ കൊണ്ടുപോയി ദേവിയുടെ പ്രതിഷ്ഠയുടെ മുമ്പേ എന്നെ അങ്ങ് നിർത്തി. ആ ദേവി എന്ന് പറഞ്ഞാൽ വളരെയധികം കഴിവും ശക്തിയൊക്കെ ഉള്ള ദേവിയാണ്. അനുഗ്രഹം മുഴുവൻ ആശാന് തരാനായിരിക്കും. സത്യം ചെയ്യിച്ചു ഇങ്ങനത്തെ പാട്ടൊന്നും ഇനി പാടില്ലെന്നും ഈ ഏരിയയിലെ വരൂലെന്നും സത്യം ചെയ്യിച്ച് 125 ഏത്തം അടിപ്പിച്ചു. 150 ഏത്തം? 150 ഏത്തം തിരുവനന്തപുരത്തിലെ ക്ഷേത്രത്തിലായിരുന്നു. ആറ്റാ പോലും തിരുവനന്തപുരം ക്ഷേത്രത്തിൽ പള്ളക്കിട്ട് കുത്തുവല്ല. അപ്പൊ എവിടെയാണ് എന്നെ തറയിൽ കുഴിച്ചിട്ടത്, മണ്ണിൽ കുഴിച്ചിട്ടത്? ആ പോട്ടെ, നമുക്കിടെ ഉറപ്പിച്ചു 135. ഹലോ ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. അല്ല, ഇവിടുത്തെ അമ്പലം അടച്ചു, ദീപാരായണം എല്ലാം കഴിഞ്ഞു, പള്ളിവേട്ടയും കഴിഞ്ഞു, പിന്നെ നിങ്ങൾ എന്തോ ഇത് കൊട്ടിക്കൊണ്ട് നടക്കുന്നത്? അമ്പലം അടച്ചു, പള്ളിവേട്ട അടച്ചു, എല്ലാം അടച്ചു. ഈ റിയാന്റെ 15 രൂപ എങ്ങാണ്ട് ഇവിടെ വീണ് പോലും. എന്നെ ഇട്ട് ഈ വയ്യാത്ത കാര്യം വെച്ച് നടത്തുക. ഞാൻ മടുത്തു. എന്തോന്ന് ബെഞ്ചിലുള്ള പ്രോജക്റ്റ് ഇല്ലേ? 50-15 ഒക്കെ തപ്പിക്കൊണ്ട് നടക്കുന്നത് വിടുവിടാ. ഇന്നത്തെ കാലത്ത് പള്ളിവേട്ടക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആശാനെ ചോദിക്കട്ടെ, ആശാനെ നമ്മുടെ ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഒരു ഫോർമാറ്റ് ഉണ്ട്. അല്ല, അടിപൊളി ഒരു പാട്ടായിരുന്നു ഈ ഫോർമാറ്റിലെ അവസാനത്തെ പാട്ടാണ് അടിപൊളി പാട്ട്. അടിപൊളി വേണം. അപ്പൊ അവസാനത്തെ പാട്ട് ഒരു തമിഴ് പാട്ട് വേണം. സാധാരണ അങ്ങനെയാണല്ലോ. ഞാൻ പറയുന്ന പാട്ട് പാടിയാ മതി. അപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു നല്ലൊരു തമിഴ് പാട്ടുണ്ട്. ഏതാണ്? ഒരു ഹിറ്റ് പാട്ട്. ഏതാണ്? സരക്ക് വെച്ചിരിക്ക്, എടുത്ത് വെച്ചിരിക്ക്, കറുത്തക്കും. എന്തോന്നടാ ഇത്? ഇങ്ങനെയാണ് മീന എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ പാടാനുള്ള പാട്ട് ഇങ്ങനെയാണ് നീ പാടുന്നത്? റെഡിയാക്കോ? സരക്ക് വച്ചിരിക്കേ, ഇറക്കി വച്ചിരിക്കേ, കറുത്ത കോഴി മുളകെ പോട്ടെ, കറുത്ത കോഴി മുളകെ പോട്ടെ, വരത്ത് വച്ചിരിക്കേ. സ്വാമി ഇതാണോ ഗാനമേള? ഇത് ഗാനമേള. എന്ത് ഗാനമേള ഇത്? ഈ മകരവിളക്ക്. മകരവിളക്ക്? എന്ത് മകരവിളക്ക്? പടമൊക്കെ വെച്ചിട്ട് പടോ? വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളക്ക്? എന്ത് വിളക്കിടോ? ഈ ചെറിയ ജാസ് ഒക്കെ വെച്ച്. ജാസ് അതിനെ ഉടുക്കെന്ന് പറയുന്നേ. ഇത് ജാസിന്റെ പേര് മാറ്റരുത്. ഗാനമേള? ഇതിനൊന്ന് ഗാനമേള എന്നല്ല പറയുന്നത്, ശാസ്ത്രം പാട്ടെന്നാ പറയുന്നത്. ഗാനമേളയുടെ പേര് മാറ്റല്ലേ.